നഷ്ടപ്രണയത്തിന്റെ തീവ്രതയും കുടുംബ ബന്ധങ്ങളിലെ ആഴവും വെളിവാക്കുന്ന 90കളിലെ സിനിമ. ഇന്നത്തെ ഈ ഇൻസ്റ്റന്റ് പ്രണയരംഗങ്ങളിൽ നിന്നും ആ 90കളിലേക്ക് ഒരു യാത്ര പോകാം. നീ ബിൽഡപ്പ് ഒക്കെ നിർത്തിയിട്ട് ആരാന്ന് പറ. പപ്പയുടെ മമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അതിക്ക് മേലെ ഞെട്ടിക്കാൻ പറ്റിയ പാർട്ടിയാണ് ഞാൻ ലാൻഡ് ചെയ്യിക്കുന്നത്. കണ്ടോ, ആളൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ. പപ്പയും മമ്മയും അറിയാതെ ഒളിപ്പിച്ചേക്കുവാ. ഫംഗ്ഷൻ്റെ ഇടയിൽ വേണം ക്രാഷ് ലാൻഡ് ചെയ്യിപ്പിക്കാൻ. നിങ്ങൾ വാ, നമുക്ക് ആളെ കാണാം. ആ അങ്കിളെ, ഇതെൻ്റെ ഫ്രണ്ട്സാ. ഇത് റിയ, ഇത് സോന. അങ്കിള് ബ്രേക്ക് ഡാൻസറാ? ബ്രേക്ക് ഡാൻസോ? അങ്കിൾ കോളേജിലൊക്കെ കളിക്കുമായിരുന്നല്ലേ, ഇപ്പോൾ കുറേ ആയല്ലേ. എന്നാലും കളിക്കും അല്ലേ അങ്കിൾ? സുധി അങ്കിൾ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നോ? സുധിയാ? ആ, അവൻ ചെറിയ തോതില് ആള് പഠിപ്പിച്ചായിരുന്നു. മുടിഞ്ഞ ഗ്ലാമറും കോളേജിൽ സ്പ്ലെൻഡർ ബൈക്കൊക്കെ ട്രെൻഡാക്കിയത് അവനാ. ആ ഓ, ആഹാ, ആള് സെലിബ്രിറ്റി ആയിരുന്നോ? ആയിരുന്നോന്നോ? ഇവരുടെ പ്രേമം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. ഹിറ്റ്. അങ്കിളിന് അഫയർ ഒന്നും ഇല്ലായിരുന്നോ? ഓ എൻ്റെ പൊന്നോ, പ്രേമിക്കാൻ എനിക്കെവിടെ സമയം. സ്വന്തമായിട്ട് പ്രേമിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു 10 പ്രേമത്തിന് കിട്ടേണ്ട തല്ല് ഇതിന് തന്നെ കിട്ടി. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ട്. സംഭവങ്ങൾ മുഴുവനൊന്നും പറഞ്ഞെങ്കിലേ. മമ്മിയുടെ ഇച്ചായന്മാരൊക്കെ കുറച്ച് ടെററായിരുന്നില്ലേ? ടെററോ? ആ, ഇച്ചിരി. കോളേജിൽ വരുന്നതിന് മുന്നേ തന്നെ വീട്ടുകാരവനെ കല്യാണത്തിന് നിർബന്ധിക്കുമായിരുന്നു. അമ്മയ്ക്കായിരുന്നു നിർബന്ധം. അച്ഛനാളൊരു നമ്പറാ. സുധി, വന്നേ, വല്ലതും കഴിക്കാം. നിരാഹാരം ഇരുന്ന് കാര്യം നേടാൻ നീ ആരാ, മഹാത്മാഗാന്ധിയോ? വന്ന് ഭക്ഷണം കഴിക്കടാ. ഇല്ല, വരുന്നില്ല. ഈ അമ്മയ്ക്ക് എപ്പോൾ നോക്കിയാലും കല്യാണാലോചനയാ. എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. എനിക്ക് MBAക്ക് പോകണം. വേണ്ട, അങ്ങനെ നീ പോകണ്ട. നിന്നെ പിടിച്ച് കെട്ടിക്കാനാ ഞങ്ങളുടെ തീരുമാനം. അഹങ്കാരം കാണിച്ചാൽ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. എന്നാ കൊന്നേരെ, ഇപ്പൊ തന്നെ കൊന്നേരെ. കൊല്ലൂടാ. മതി, ദേ ഒന്നിങ്ങ് വന്നേ. നീ പോടി അവിടുന്ന്. ഇവനെ ഇന്നും ദേ ഒന്നിങ്ങോട്ട് വരാനാ പറഞ്ഞേ. നിങ്ങൾ എന്തിനാ ഈ വഴക്കിനൊക്കെ പോകുന്നേ? അവൻ്റെ ഇഷ്ടം പഠിക്കണമെന്നാണെങ്കിൽ പഠിക്കട്ടെ. പഠിക്കട്ടെ. അങ്ങനെ വീട്ടുകാരുടെ അനുഗ്രഹവും വാങ്ങി സുധികുമാരൻ കോളേജിലേക്ക് വലത് കാല് വെച്ചു. എവിടെ വെച്ച് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ക്ലാസ് തുടങ്ങി അധികം കഴിയും മുന്നേ സുധി മിനിയെ കണ്ട്. അതോടെ അവൻ പെട്ടു. അതിനിടയ്ക്ക് ഞങ്ങളുടെ സമയദോഷത്തിന് ആ ബുക്ക് സ്റ്റാളിൽ വെച്ച് അങ്ങനെ നടന്നു. എന്ത് നടന്നെന്ന്? ലവ് ആൻഡ് ലവ് ഒള്ളി. കകാരൂപാ കല്യാണി ഇത് കൊള്ളാല. സംഗതി ഒരു മൂവി വൈബാണല്ലോ. ആ, തുടക്കമൊക്കെ നല്ല വൈബായിരുന്നു. പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ടഫ് സീക്വൻസ് ആയിരുന്നു. അതെന്താ? അതൊക്കെ ഉണ്ട് മോളെ. എന്തിനും പോന്ന 3 ഇച്ചായന്മാരായിരുന്നു അവൾക്ക്. തീക്കട്ടേല നമ്മുടെ കൂട്ടുകാരൻ ഉറുമ്പരിക്കാൻ ചെന്നത്. അനിയത്തിപ്രാവിനു പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ്. അതിൽ
തെരുതെരച്ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. ഈ വീട്ടിലെന്നും ഒരു പൊന്നോമലായി മിഴിപൂട്ടും ഓർമ്മയുടെ താരാട്ടുമായി നിറഞ്ഞുല്ലാസമെല്ലാവർക്കും നൽകിയിടും ഞാൻ. ഇവളെന്നെന്നും തങ്കക്കുടം, ചിരി പെയ്യുന്ന തുമ്പക്കുടം. അതിൽ രണ്ടാമത്തെ ഒരാളുണ്ടായിരുന്നു, SIEO. അയ്യോ, അയാളെ തുടങ്ങി വെച്ചത് നല്ല ഐശ്വര്യമുള്ള തുടക്കം. എടാ വാടാ വാടാ, ഇങ്ങനെ അകമ്പടി സേവിക്കാൻ ഇവരാരാ നിങ്ങടാ? പറയടാ. അത് ഇവൻ്റെ പെങ്ങളാ. അത് ഇത് ഈ നിൽക്കണത്. ആണോടാ? ആണ് സാർ. എന്താ പെങ്ങടെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. അപ്പൊ ഇതാരാടാ? ഇത് ഇവൻ്റെ പെങ്ങളാ, ആങ്ങള. സിസ്റ്റർ. ആ ആണോടാ? അല്ല, എന്താ പെങ്ങടെ പേര്? തങ്കമ്മ. അപ്പം നിന്റെ പേരാ? തങ്കപ്പൻ. അല്ല, സാറെന്താ പെണ്ടാ നിൽക്കണേ? സാറിൻ്റെ ആരാണാവോ ഇത്? ഇത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാ. നേരാണോടി? ഇവനാരാ? അറിയില്ല. ഇവനോ? അറിയില്ല. അല്ല, അപ്പൊ ഈ ഞാനാരാ? എന്റെ ഇച്ഛായൻ. ആദ്യം അങ്ങേരുടെ വക അവിടെ വെച്ചും പിന്നെ ലോക്കപ്പിലിട്ടും, പിന്നെ നടുക്കത്തെ ചേട്ടൻ്റെ വക, പിന്നെ ഒടുക്കത്തെ ചേട്ടൻ്റെ വക, പിന്നെ ഗുണ്ടകളുടെ വക. ഒന്നും പറയണ്ട, തല്ലോട് തല്ല്. എന്ത് പറയാനാ, നമുക്ക് പ്രസവവേദന, അവർക്ക് വീണവായന എന്ന് പറയുന്ന മാതിരി അടി വാങ്ങിച്ചു കൂട്ടും തോറും അവരുടെ പ്രേമം ഇങ്ങനെ മുറുകിക്കൊണ്ടേയിരുന്നു. ആ മിനി ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ വല്ലാത്തൊരു വേദനയാണ്. മനസ്സിനെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന വേദന. മിനി ഇപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ വേദന അങ്ങ് പോകും, അല്ലാന്ന് പറഞ്ഞാലും പോകും. പറ. അയ്യോ, എന്തിനാ ഇങ്ങനെയൊക്കെ? എന്നാ ഇഷ്ടമാണെന്ന് വിചാരിച്ചോട്ടെ. വേണ്ട. എന്നാ ഇഷ്ടമല്ലാന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇഷ്ടമല്ലേ? ഞാൻ നാളെ പറഞ്ഞാ മതിയോ? നിന്നെ നാളെ കള്ളം പറയരുത്. ഒരു കള്ളം പറഞ്ഞു, എന്നെ അന്വേഷിച്ചിട്ട് കണ്ടില്ലാന്ന്. ഇന്നലെ മറിഞ്ഞു നിന്ന് എന്നെ നോക്കണത് ഞാൻ കണ്ടു. ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ മനസ്സ് ഞാൻ കാണുന്നുണ്ട്. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതികേ. എന്നും എന്നും എൻ മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൻ കുഞ്ഞുമാരിക്കുളിരായി നീ അരികെ. ഒരു പൂവിൻ്റെ പേരിൽ നീ ഇഴനെയ്തരാഗം, ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്ന്. ഇനി നിമിഷം വാചാലം. കോളേജിൽ നിൽക്കാൻ പറ്റില്ലെന്നായപ്പോൾ ഞങ്ങൾ മുങ്ങി. പെങ്ങളെ കാണാതെ ഭ്രാന്തായി മിനിയുടെ ചായന്മാർ സുധിയുടെ വീട്ടിലും പോയി ഭീഷണിപ്പെടുത്തി. ആ സുധീഷ് കുമാർ എന്ന് പറയുന്ന തെണ്ടിയുടെ വീടാണോ ഇത്? ആ മകന് പ്രേമക്കൊതിയാണല്ലേ, 3-4 കെട്ടിച്ച് വീട്ടിൽ നിർത്തിക്കൊടുക്ക്. ആ കൊതി തീർക്കാൻ. നിങ്ങൾ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. മോളെപ്പോലെ താഴെ വെക്കാതെ വളർത്തിയെടുത്ത ഞങ്ങളുടെ പൊന്നനിയത്തിയെ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ വളർത്തിവിട്ട ആ പട്ടി അവളെയും കൊണ്ട് ഒളിച്ചോടിയിരിക്കുക. അവളെ ഇനി ഞങ്ങൾക്ക് വേണ്ട. അവള് ചത്തുപോയി. പക്ഷെ അവനുണ്ടല്ലോ, എവിടെ പോയി ഒളിച്ചാലും അവനെ കണ്ടുപിടിച്ച് വെട്ടി നുറുക്കും ഞങ്ങൾ. ഈ പപ്പയും മമ്മയും പിന്നെ ഒളിച്ചോടിയല്ലേ? എങ്ങോട്ടാ മുങ്ങിയേ? അതൊക്കെ മുങ്ങി മിനിയുടെ ഇച്ചായന്മാരുടെ വേഷം കെട്ടൊന്നും ചെലവാകാത്തടത്തേക്ക്, ചിപ്പായിയുടെ അപ്പൻ്റെ അടുത്തേക്ക്. ചിപ്പായങ്ങളുടെ വീട് ഞാൻ കേട്ടിട്ടുണ്ട്. ബീച്ച് വൈബാ അല്ലേ? വെണ്ണില കടപ്പുറത്ത് വെൺമണൽ ചിരിപ്പുറത്ത് വെള്ളിയോടം കേറി വരും പൊന്ന്, പൊന്നുമായി വന്നിറങ്ങും മാരനോ നിൻ കഴുത്തിൽ കണ്ണെറിഞ്ഞു ചാത്തുമല്ലോ മിന്ന്. ചിങ്ങവും വന്നേ കന്നിയും വന്നേ, അന്ന നടത്തോണിയേറി മുത്തിനു പോ
പുന്നാരത്തോണിയേറിപ്പോ. വെണ്ണില കടപ്പുറത്ത് വെൺമണൽ ചിരിപ്പുറത്ത് വെള്ളിയോടം കേറി വരും. ഒന്നുമായി വന്നിറങ്ങും മാരനോ നിക്കടുത്ത് കണ്ണെറിഞ്ഞു ചാത്തുമല്ലോ മിന്ന്. അവര് ചിപ്പായുടെ വീട്ടിലാണെന്ന് മണത്തറിഞ്ഞ് മിനിയുടെ ചായന്മാര് കടപ്പുറത്തെത്തി. ഈ ചെത്തിക്കടപ്പുറത്ത് പടക്കി വന്നവരാരും ഇവിടെ നിന്ന് ജയിച്ച് പോയിട്ടില്ലടാ. തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയ രണ്ട് കുരുന്നുകൾ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കാലം അവർ ഇവിടെ താമസിക്കും. നീ ഒന്നും ഒരു ചുക്കും ചെയ്യില്ല. എടാ ചിപ്പായി, അവരെ വിളിച്ചിറക്കടാ. നെഞ്ചിനുറപ്പുള്ള ഏത് തന്തയ്ക്ക് പറന്ന നാറിയുണ്ടടാ ഇവരെ തൊടാൻ. കാണട്ടെ. ഇല്ല, തൊടണില്ല. നേരിൽ കാണുമ്പോ ഇവനെ വലിച്ചെറിഞ്ഞ് ഇച്ചായന്മാരുടെ നെഞ്ചത്തോട്ട് ഓടി വരുമെന്ന് കരുതിപ്പോയി. തലയിൽ വെച്ചാണ് നിന്നെ ഞങ്ങൾ വളർത്തിയത്. ഇരുതി കെഞ്ചി കേണു വന്നാലും ആ വീടിന്റെ പണി തുറക്കുകയല്ല. ഇച്ചായന് വേറെ പണിയില്ലേ ചത്തവരോട് സംസാരിക്കാൻ? വാ. പുറകെ സുധിയുടെ അച്ഛനും എത്തി. രഘുപാൽ സാർ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. നിനക്കൊരു പെണ്ണുവെന്ന് കാണാൻ വേണ്ടി കാണിക്കയും വഴിപാടുമായിട്ട് അമ്പലത്തിൽ നിന്നും പൂജാമുറിയിൽ നിന്നും ഇറങ്ങാതെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന ഒരുത്തിയുണ്ടടാ വീട്ടിൽ. നിനക്കറിയാലോ, ഇത്രയും കാലമായിട്ടും ഒരിക്കൽ പോലും ആ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. നീയായിട്ട് ആ വേദന കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. അവള് കാത്തിരിക്കുന്നത് ലക്ഷ്മി പോലൊരു പെണ്ണിനെയാ, ഇവളെ അല്ല. അമ്മയെ കാണിക്കാനായിട്ട് ഞാൻ കൊണ്ടുവരുന്ന എൻ്റെ പെണ്ണാ ഇവള്. ഇവളില്ലാതെ ഞാൻ വരില്ല. ഇവളില്ലാതെ നീ വരും. നിന്റെ അമ്മയോട് നിനക്കൊരൊറ്റ സ്നേഹമുണ്ടെങ്കിൽ, നീ ആ വയറ്റിൽ തന്നെ ജനിച്ചതാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം നീ വരും. വന്നേക്കണടാ പൊന്നു മോനെ. മിനിയുടെ ഇച്ഛായന്മാർക്കിട്ട് ഒരു പണി കൊടുക്കുന്നതിൻ്റെ ആവേശത്തിലായിരുന്നു ഞങ്ങൾ. എങ്ങനെയും ഇവരെ കെട്ടിച്ച് കിട്ടിയ തല്ലിന് മുഴുവൻ പകരം വീട്ടണമെന്ന വാശിയായിരുന്നു. അതിനിടയില ആൻറ്റി ക്ലൈമാക്സ് പോലെ ഇവരുടെ മാനസാന്തരം. നമ്മൾ എന്താ ഇങ്ങനെ? ഞാൻ സുധയുടേതാകുന്ന നേരത്ത് എൻ്റെ അമ്മച്ചി ഇച്ചായമാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. നേരാ, മിനി എൻ്റേതാകുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആശിച്ചു. അവരെന്താ സുധി നമ്മളോട് ഇങ്ങനെ? അത്ര വലിയ തെറ്റാണോ നമ്മൾ ചെയ്തത്? ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഒന്ന് ക്ഷമിച്ചൂടെ അവർക്ക്? നമ്മളോടുള്ള ഇഷ്ടം കൂടിപ്പോയി അവർക്ക്. സുധി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വെറുതെ നമുക്ക് പിരിയാം. സുധി എന്താ പറഞ്ഞത്? സത്യം, എൻ്റെ മിനി എന്നും സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ കാരണം ഒരു ദുഃഖവും ഉണ്ടാവരുത്. സുധി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നല്ലേ? മിനി എന്നെ അതിലേറെ സ്നേഹിക്കുന്നു. സുധി വീട്ടിലേക്ക് പോവോ? പോകാം. അമ്മയോട് മാപ്പ് പറയൂ. സുധി അമ്മയ്ക്ക് തിരിച്ചു തന്നിരിക്കുന്നു പറയൂ. പറയാം. അച്ഛനില്ല എനിക്ക്. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് മാപ്പ് നൽകി അനുഗ്രഹിച്ചയക്കണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്. മനസ്സിലായി. ഇപ്പം നിങ്ങളെ ശരിക്കും മനസ്സിലായി. നിങ്ങളെപ്പോലെ നല്ല മക്കളെ പെറ്റ ആ അമ്മമാരുണ്ടല്ലോ, പുണ്യം ചെയ്തവരാവര്. പുണ്യം. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് മാപ്പ് തരാനാ? വളർന്നിരിക്കുകയല്ലേ നിങ്ങൾ ആകാശത്തോളം. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പാടാ. നിങ്ങളുടെ മനസ്സ് പറയും പോലെ ചെയ്യ്. പോയിട്ട് വാ. തിരികെ ചെന്ന മിനിയെ സ്വീകരിക്കാൻ ഇച്ചായന്മാർ ആദ്യം മടിച്ചു. തിരിച്ച് കിട്ടിയ പാടെ ആങ്ങളമാര് പെങ്ങൾക്കൊരു ചെറുക്കനെയും കണ്ടുപിടിച്ചു. കല്യാണവും തീരുമാനിച്ചു. പാവം സുധി, അവൻ വീട്ടിലൊറ്റയ്ക്ക്. ഞങ്ങൾക്ക് അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നിർവാഹമില്ലായിരുന്നു. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. പ്രാണനിലുണരും
എല്ലാം തീർന്നെന്ന് കരുതിയ സമയത്താ ഗുരുത്തം പോലെ മിനിയുടെ ആ നെക്ലസ് സുധിക്ക് കിട്ടിയത്. സുധിക്ക് അത് തിരികെ കൊടുക്കണമെന്ന് തോന്നി. അച്ഛനും അമ്മയും അവൻ്റെ ഒപ്പം മിനിയുടെ വീട്ടിലെത്തി. മാല തിരികെ ഏൽപ്പിച്ച് സുധി മിനിയോട് യാത്ര പറഞ്ഞിറങ്ങി. പിന്നെയായിരുന്നു ഒടുക്കത്ത ട്വിസ്റ്റ്. എന്നാ ഞങ്ങൾ ഇറങ്ങുക. എൻ്റെ കുഞ്ഞിനോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ. നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ അവൾ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അവളുടെ കല്യാണമല്ലേ, ഒന്ന് അനുഗ്രഹിച്ചിട്ടെങ്കിലും പൊയ്ക്കൂടെ? എന്തു പറഞ്ഞാൽ ഞാൻ ഇവളെ അനുഗ്രഹിക്കണ്ടേ? എൻ്റെ മോളല്ലേ, എനിക്ക് തന്നേരെ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എടുത്തോണ്ട് പൊയ്ക്കോ. എന്നിട്ട് അവളുടെ ചെക്കനെ അവൾക്കങ്ങ് കൊടുത്തേരെ. മിന്നിത്തെന്നും നക്ഷത്രങ്ങൾ വിണ്ണിൽ ചിന്നുന്നു, മിന്ന മിന്നി കുഞ്ഞുങ്ങൾ പോലെ. ചില്ലത്തുമ്പിൽ പക്ഷിക്കൂട്ടം ചൂളം കുത്തുന്നു, ചോലക്കാറ്റിൻ സംഗീതം പോലെ. വീരിയും മഴവിൽ ചിറകേറിടാം, വെറുതെ ഇതിലെ അലയാം. കുളിരിൻ കുടമേന്തിടാം, കുറുവാൽ പറവേ വരു നീ. പക്ഷിക്കൂട്ടം ചൂളം കുത്തുന്നു, ചോലക്കാറ്റിൻ സംഗീതം പോലെ. എടാ രാധേ, നീ എപ്പോഴാ വന്നേ? എത്ര നാളായടാ കണ്ടിട്ട്. എടാ സുധി, എന്താടാ സുഖല്ലേ? മിനി, കൺഗ്രാജുലേഷൻ. സുഖമല്ലേ? എത്ര നാളെ കണ്ടിട്ട്. എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? ചിപ്പായി വന്നില്ലേ? എടാ നമ്മുടെ ചിപ്പായി എവിടെടാ? ചിപ്പായിക്കൊരു ചെറിയ ഓപ്പറേഷൻ, 1 മാസം റെസ്റ്റിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നുണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കടാ. കുറുമ്പുമായി കൊഞ്ചിക്കുറുകുന്ന മനസ്സേ, ഉണുങ്ങിക്കൊണ്ടെങ്ങും കറങ്ങുന്നു വസന്തം. വിരൽ തലോടവേ ഓ വിരിഞ്ഞു താരകം. ഊഞ്ഞാലക്കൊമ്പത്തെ ഉല്ലാസത്തെല്ലാവാം, പാറിപ്പറക്കും വെള്ളിപ്രാവേ പ്രാവേ പ്രാവേ. ഹെബി, ഫംഗ്ഷന്റെ ഇടയിൽ ആരൊക്കെയോ ക്രാഷ് ലാൻഡ് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ തള്ളിയതാണല്ലേ? എടാ മോന, രംഗചേട്ടൻ വരൂന്ന് പറഞ്ഞ വരൂ. അപ്പ അമ്മ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ബ്രദർ അങ്ങ് ബാംഗ്ലൂരില് അവ അടിച്ച പൊളിക്കല്ലേ? തുടി കൊട്ടിയ പാളന്റെ പാട്ടിൽ അമ്മേ നീ അടങ്ങ്. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാ